അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലേക്ക് കുതിക്കുകയാണ്. ഈ വർഷത്തെ മാത്രം കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 20 തവണയാണ് സർവ്വകാല റെക്കോർഡ് വില ഭേദിച്ചത്. ഇത്രയും വില കൂടുന്ന സാഹചര്യത്തിൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് ലാഭകരമാണോ എന്ന സംശയം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ സ്വർണം തന്നെയാണ് ഏറ്റവും മികച്ച സുരക്ഷിത നിക്ഷേപമെന്നാണ് പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. അവർ ഉയർത്തിക്കാട്ടുന്ന 10 പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ട്രംപ് പകരച്ചുങ്കത്തിലൂടെ തുടങ്ങിവെച്ച ട്രേഡ് വാർ തന്നെയാണ് കാരണം. യുഎസും ചൈനയും തുടരുന്ന പ്രതികാര നടപടികൾ വാസ്തവത്തിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് നിലനിർത്തുകയാണ് ചെയ്യുക. ആഗോള വിപണികൾ വലിയ അനിശ്ചിതത്വത്തിലാണ്. അടുത്ത 90 ദിവസത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ച് ആർക്കും വലിയ പിടിപാടില്ലാത്തതിനാൽ സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ ലോകം സ്വർണത്തിലേക്ക് തിരിയാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമതായി, സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാൻ കേന്ദ്ര ബാങ്കുകൾ സ്വർണ്ണശേഖരം കൂട്ടുകയാണ് ചെയ്യുന്നത്. എല്ലാവരും കൂടി പ്രതിവർഷം 1000 ടണ്ണിലധികമാണ് ഇത്തരത്തിൽ സമാഹരിക്കുന്നത്. ചൈനയാണ് ഇത്തരം സമാഹരണത്തിൽ മുൻപന്തിയിലുള്ളത്. മൂന്നാമതായി, സ്റ്റാഗ്ഫ്ലേഷൻ ആശങ്ക സജീവമാണ്. ഉയർന്ന പണപ്പെരുപ്പവും വർദ്ധിച്ച തൊഴിലില്ലായ്മയും കുറഞ്ഞ വളർച്ചാ നിരക്കും ഇത്തരമൊരു അവസ്ഥയിലേക്ക് തള്ളിവിടുമോ എന്ന് ആശങ്കപ്പെടുന്നത് അമേരിക്കയിലെ കേന്ദ്ര ബാങ്ക് തന്നെയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ സ്വർണം മികച്ച പ്രകടനം കാഴ്ചവെക്കാറുണ്ടെന്നതാണ് ചരിത്രം. നാലാമതായി നോക്കുകയാണെങ്കിൽ ചൈനീസ് ഗോൾഡ് ETF-കളിലേക്കുള്ള പണമൊഴുക്കാണ് കാരണം. 2024 മുതൽ ആഗോള ഗോൾഡ് ETF-കളിലേക്ക് പണമൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. റെക്കോർഡ് വളർച്ചയാണ് ചൈനീസ് ETF വിപണിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. അഞ്ചാമതായി, അമേരിക്കൻ ഫെഡറൽ ബാങ്ക് ഈ സാമ്പത്തിക വർഷം 2 തവണ പലിശ നിരക്കിൽ കുറവ് വരുത്തുമെന്ന സാധ്യത നിലനിൽക്കുന്നുണ്ട്. എപ്പോഴൊക്കെ പലിശ നിരക്ക് കുറയുന്നോ അപ്പോഴെല്ലാം അത് സ്വർണത്തിന് അനുകൂലമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ആറാമത്തെ ഘടകം സ്വർണത്തിന്റെ പോസിറ്റീവ് പെർഫോമൻസ് ആണ്. 2000 മുതൽ 2025 വരെയുള്ള കാൽനൂറ്റാണ്ടിലെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ വെറും 2 തവണ മാത്രമാണ് സ്വർണം നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ളത്. ഈ സ്ഥിരത വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നു എന്നതാണ് ഏഴാമത്തെ കാര്യം. റഷ്യ യുക്രൈൻ യുദ്ധത്തിനും ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലിനും ഇതുവരെ പരിഹാരമായിട്ടില്ല. ഒരു രാഷ്ട്രീയ അസ്ഥിരത ഇപ്പോഴും സജീവമാണ്. ഇത് വാസ്തവത്തിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് കൂട്ടുകയാണ് ചെയ്യുക. ഡോളർ കടുത്ത സമ്മർദ്ദം നേരിടുന്നു എന്നതാണ് എട്ടാമത്തെ പോയിന്റ്. സ്വിസ് ഫ്രാങ്ക്, ജപ്പാൻ യെൻ, യൂറോ എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡോളർ വലിയ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഡോളർ സൂചിക താഴോട്ടിറങ്ങുന്നതും സ്വർണത്തിന്റെ ഡിമാൻഡ് കൂട്ടും. 36 ട്രില്യൺ ഡോളർ വരുന്ന അമേരിക്കയുടെ കടവും വലിയൊരു കൺസേൺ ആണ്. 2024 നവംബറിൽ പുറത്തുവിട്ട കണക്കനുസരിച്ചാണ് ഇത്രയും കടം. ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനത്തിലെത്താൻ US ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. ഇത്തരം ആശങ്കകൾ സ്വർണത്തെ ഒരു പ്രതിരോധ മാർഗമാക്കി നിലനിർത്താനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. പത്താമതായി, ഈ സാമ്പത്തിക വർഷം നോക്കുകയാണെങ്കിൽ ഓഹരി വിപണിയിൽ വലിയ ചാഞ്ചാട്ടം പ്രകടമാണ്. സ്റ്റോക്ക് മാത്രം അടിസ്ഥാനമാക്കി പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തവരിൽ ഭൂരിഭാഗം പേരും നഷ്ടത്തിലാണ്. എന്നാൽ സ്വർണത്തെ നിക്ഷേപത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയവർക്ക് വലിയ ഇടിവുണ്ടായിട്ടില്ല. ലോകത്തിലെ പ്രമുഖ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും സാമ്പത്തിക വിദഗ്ധരും സ്വർണ്ണവില മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രവചിച്ചിട്ടുള്ളത്. ഏത് നിക്ഷേപത്തിന് മുമ്പും കാര്യങ്ങൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രം നിക്ഷേപിക്കുക. സ്വർണ്ണ നിക്ഷേപത്തിലെ ലാഭവും നഷ്ടവും അതിന്റെ മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. അറിഞ്ഞുകൊണ്ട് മാത്രം നിക്ഷേപിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിവരങ്ങൾക്കായി കമന്റ് ചെയ്യുക.